വളർച്ചാ ഹോർമോൺ ചികിത്സയുടെ വേദനയേറിയ കാലഘട്ടം അവസാനിച്ചു. ലയണൽ മെസ്സി ശാരീരികമായും മാനസികമായും കൂടുതൽ കരുത്തനായി. ബാഴ്സലോണ നൽകിയ പിന്തുണയും പരിശീലനവും മെസ്സിക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും കായികക്ഷമതയും നൽകി. കളിക്കളത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പഴയ ഒറ്റപ്പെടലിന്റെയും വിഷാദത്തിന്റെയും ഓർമ്മകൾ മറന്ന് അവൻ തന്റെ പ്രതിഭ പുറത്തെടുക്കാൻ തുടങ്ങി. 2002 ഫെബ്രുവരിയിൽ ട്രാൻസ്ഫർ തർക്കങ്ങൾ തീർന്ന ശേഷം ബാഴ്സലോണയുടെ യൂത്ത് ടീമായ കേഡറ്റെ ബിയിൽ കളിക്കാൻ തുടങ്ങിയ മെസ്സി അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഈ സമയം ബ്രസീലിയൻ ഇതിഹാസവും ലോകത്തിലെ ഏറ്റവും മികച്ച താരവുമായിരുന്ന റൊണാൾഡീഞ്ഞോ നൽകിയ പിന്തുണ മെസ്സിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ടീം അന്തരീക്ഷവുമായി കൂടുതൽ പൊരുത്തപ്പെടാൻ മെസ്സിയെ സഹായിക്കുകയും ചെയ്തു. പരിശീലകനായ ഫ്രാങ്ക് റൈക്കാർഡ് മെസ്സിയുടെ പ്രതിഭയിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തി. 2004 ഒക്ടോബർ 16 17 വയസ്സ് മാത്രമുള്ളപ്പോൾ എസ്പാനിയോളിനെതിരായ ലാ ലിഗ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിക്കൊണ്ട് മെസ്സി ബാഴ്സലോണയുടെ സീനിയർ ടീമിനായി ഔദ്യോഗികമായി അരങ്ങേറ്റം കുറിച്ചു. ലാ ലിഗയിൽ അരങ്ങേറി മാസങ്ങൾക്ക് ശേഷം 2005 മെയ് 1 അൽബസെറ്റയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ മെസ്സി തന്റെ കരിയറിലെ ആദ്യ സീനിയർ ഗോൾ നേടി. അൽബസെറ്റയ്ക്കെതിരെ ലയണൽ മെസ്സി നേടിയ ഗോളോടെ ആ യുവതാരം വെറുമൊരു വാഗ്ദാനം മാത്രമല്ല, ലോക ഫുട്ബോളിലെ ഒരു പ്രതിഭാസമായി മാറാൻ സാധ്യതയുള്ള കളിക്കാരനാണെന്ന് ബാഴ്സലോണ മാനേജ്മെന്റിന് ബോധ്യപ്പെട്ടു. മെസ്സിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ യൂത്ത് ടീമുകളിലേക്ക് മെസ്സിയെ ക്ഷണിച്ചു. എന്നാൽ മെസ്സിക്ക് തന്റെ ജന്മനാടായ അർജന്റീനയോട് ശക്തമായ വൈകാരിക ബന്ധമുണ്ടായിരുന്നു. താൻ അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമേ കളിക്കൂ എന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. മെസ്സിക്ക് സ്പെയിനിന്റെ ക്ഷണം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. തുടർന്നവർ മെസ്സിയെ ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുത്തി. ലയണൽ മെസ്സി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധേയനായത് 2005 നെതർലാൻഡ്സിൽ നടന്ന ഫിഫ അണ്ടർ 20 ലോകകപ്പിൽ അർജന്റീനിയൻ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചു കളിച്ചപ്പോഴാണ്. ടൂർണമെന്റ് തുടങ്ങുമ്പോൾ അർജന്റീനയുടെ ആദ്യ 11-ൽ മെസ്സി ഉണ്ടായിരുന്നില്ല. വളർച്ചാ ഹോർമോൺ ചികിത്സ കഴിഞ്ഞ് പേശികൾക്ക് എളുപ്പത്തിൽ പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായാണ് പരിശീലകൻ ഫ്രാൻസിസ്കോ ഫെരാരോ മെസ്സിയെ കണ്ടത്. ഇത് കാരണം മെസ്സിയെ മത്സരങ്ങളിൽ തുടക്കം മുതൽ കളിപ്പിക്കാൻ ഫെരാരോ മടിച്ചു. മെസ്സിയെ ഒരു സൂപ്പർ സബ് ആയി ഉപയോഗിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ അമേരിക്ക ഒരു ഗോളിന് മുന്നിലെത്തി. അർജന്റീനയുടെ കളിയിൽ ക്രിയാത്മകത കുറവാണെന്ന് കണ്ടപ്പോൾ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മെസ്സിയെ പകരക്കാരനായി കളത്തിലിറക്കാൻ ഫെറാരോ തീരുമാനിച്ചു. മെസ്സി കളത്തിൽ വന്ന് ചില മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും സ്കോർ സമനിലയാക്കാൻ അർജന്റീനയ്ക്കായില്ല. മത്സരം 1-0 അമേരിക്ക വിജയിച്ചു. ഈ തോൽവി അർജന്റീനൻ ക്യാമ്പിനെ ഞെട്ടിച്ചു. അമേരിക്കയോട് തോറ്റ അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്താകാതിരിക്കാൻ ഈജിപ്തിനെതിരായ രണ്ടാം മത്സരം ജയിച്ചേ തീരൂ. ആരാധകരുടെയും മാധ്യമങ്ങളുടെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് പരിശീലകൻ ഫെറാരോ ആദ്യ 11-ൽ മെസ്സിയെ ഇറക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം
ടൂർണമെന്റിന്റെ ഗതി മാറ്റി. മെസ്സി മൈതാനത്തെത്തിയതോടെ അർജന്റീനയുടെ കളിയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായി. പന്തുമായുള്ള മെസ്സിയുടെ മിന്നൽ വേഗത്തിലുള്ള ഓട്ടം ഈജിപ്ഷ്യൻ പ്രതിരോധത്തെ വലച്ചു. പന്ത് കൃത്യമായി സഹതാരങ്ങൾക്കെത്തിക്കാനും കളിയുടെ താളം നിയന്ത്രിക്കാനും മെസ്സിക്ക് കഴിഞ്ഞു. കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ മെസ്സി അർജന്റീനയ്ക്കായി ആദ്യ ഗോൾ നേടി. ആ ഗോൾ കേവലമൊരു സ്കോർ മാത്രമല്ലായിരുന്നു. അത് ടീമിന് മുഴുവൻ നൽകിയ ഊർജം വലുതായിരുന്നു. അർജന്റീന 2-0 ഈജിപ്തിനെ പരാജയപ്പെടുത്തി. ഈ വിജയം അർജന്റീനയ്ക്ക് ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നൽകി. 2005 അണ്ടർ 20 ലോകകപ്പിലെ നോക്കൌട്ട് ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ലയണൽ മെസ്സി എന്ന അത്ഭുത ബാലന്റെ വൺമാൻ ഷോയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടം കടന്നുകൂടിയ അർജന്റീനയെ ഓരോ ഘട്ടത്തിലും മെസ്സി തന്റെ ചുമലിലേറ്റി. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ദക്ഷിണ അമേരിക്കൻ ശക്തികളായ കൊളംബിയയ്ക്കെതിരെ അർജന്റീന ആദ്യം 1 ഗോളിന് പിന്നിലായിരുന്നു. മത്സരത്തിന്റെ 58-ാം മിനിറ്റിൽ മെസ്സി നേടിയ ഗോൾ അർജന്റീനയ്ക്ക് സമനില നൽകി. ആ ഗോൾ നൽകിയ ആത്മവിശ്വാസത്തിൽ അർജന്റീന കളി പിടിക്കുകയും 2-1 വിജയിച്ച് ക്വാർട്ടറിലേക്ക് മുന്നേറുകയും ചെയ്തു. ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനിനെതിരെ നടന്ന മത്സരം മെസ്സിക്ക് വെറുമൊരു ഫുട്ബോൾ കളി മാത്രമായിരുന്നില്ല. താൻ ജനിച്ച അർജന്റീനയും തനിക്ക് അഭയം നൽകിയ സ്പെയിനും തമ്മിലുള്ള പോരാട്ടമാണ്. 13 വയസ്സുമുതൽ സ്പെയിനിലെ ബാഴ്സലോണയിൽ വളർന്ന മെസ്സിക്ക് എതിർ ടീമിലെ മിക്ക കളിക്കാരെയും നേരിട്ടറിയാം. പ്രത്യേകിച്ച് സ്പെയിനിന്റെ മധ്യനിര നിയന്ത്രിച്ചിരുന്ന സെസ്ക് ഫാബ്രിഗാസ് ബാഴ്സലോണയിലെ ലാ മാസിയ അക്കാഡമിയിൽ മെസ്സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പതറിപ്പോകാതെ 3-1 എന്ന സ്കോറിന് അർജന്റീന സ്പെയിനിനെ തകർത്തു. കളിക്ക് ശേഷം മെസ്സി തന്റെ സുഹൃത്തായ ഫാബ്രിഗാസിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ പോരാട്ടമായ അർജന്റീന ബ്രസീൽ യുദ്ധം സെമി ഫൈനലിൽ അരങ്ങേറിയപ്പോൾ അതൊരു വ്യക്തിഗത പോരാട്ടം കൂടിയായി മാറി. കളിയിലെ ആദ്യ ഗോൾ പിറന്നത് മെസ്സിയുടെ മാന്ത്രിക കാലുകളിൽ നിന്നായിരുന്നു. രണ്ടാം പകുതിയിൽ ബ്രസീൽ 1 ഗോൾ മടക്കി കളി സമനിലയാക്കി. നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അർജന്റീനയുടെ പാബ്ലോ സബലേറ്റ നിർണായകമായ 2ാമത്തെ ഗോൾ നേടി. ഇതോടെ 2-1 എന്ന സ്കോറിന് അർജന്റീന ബ്രസീലിനെ തകർത്ത് ഫൈനലിലേക്ക് മുന്നേറി. 2005 ജൂൺ 2 നടന്ന ഫൈനലിൽ നൈജീരിയയായിരുന്നു എതിരാളികൾ. അതിവേഗത്തിൽ പന്തുമായി പായുന്ന നൈജീരിയൻ താരങ്ങളെ നേരിടാൻ മെസ്സിയുടെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് സഹായിച്ചത്. മത്സരത്തിൽ 2 പെനാൽറ്റികൾ അർജന്റീനയ്ക്ക് ലഭിച്ചു. അങ്ങേയറ്റം സമ്മർദ്ദമുള്ള ആ നിമിഷങ്ങളിൽ 2 പെനാൽറ്റികളും അനായാസം വലയിലെത്തിച്ച് മെസ്സി അർജന്റീനയ്ക്ക് 2-1 വിജയം സമ്മാനിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അർജന്റീന 5ാം തവണ അണ്ടർ 20 ലോക കിരീടമുയർത്തി. ടൂർണമെന്റ് അവസാനിച്ചപ്പോൾ ഫുട്ബോൾ ലോകമൊന്നടങ്കം ആ 18 വയസ്സുകാരനെ ആദരിച്ചു.
ടൂർണമെന്റിലെ 6 ഗോൾ നേടിയ ടോപ്പ് സ്കോററും മികച്ച കളിക്കാരനുമായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പുരസ്കാരങ്ങളും ഒരേ സമയം നേടുന്ന അർജന്റീനക്കാരനുമായി മെസ്സി മാറി. 1979-ൽ മറഡോണ അർജന്റീനയെ അണ്ടർ 20 ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചിരുന്നു. കൃത്യം 26 വർഷങ്ങൾക്ക് ശേഷം മെസ്സി അതേ രീതിയിൽ അർജന്റീനയെ ചാമ്പ്യന്മാരാക്കിയപ്പോൾ മറഡോണ എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന കളിക്കാരനെ ഞാൻ കണ്ടുകഴിഞ്ഞു, അവന്റെ പേര് ലയണൽ മെസ്സി എന്നാണ് എന്ന് പറഞ്ഞു. ഇത് പുതിയ മറഡോണ എന്ന പേര് മെസ്സിക്ക് ലഭിക്കാനും കാരണമായി. ഒരു ടീമിനെ മുഴുവൻ തോളിലേറ്റി വിജയിപ്പിക്കാൻ കഴിയുന്ന മാന്ത്രികൻ എന്ന പരിവേഷവും മെസ്സിക്ക് ലഭിച്ചു. അർജന്റീനയിലെ ജനതയ്ക്ക് ഈ വിജയം വലിയ ആശ്വാസമായിരുന്നു. തങ്ങളുടെ ഫുട്ബോൾ പാരമ്പര്യം കാക്കാൻ ഒരു പുതിയ താരം ജനിച്ചിരിക്കുന്നു എന്നവർ വിശ്വസിച്ചു. അർജന്റീനൻ തെരുവുകളിൽ മെസ്സി ഒരു ഹീറോയായി മാറി. അൽബസറ്റയ്ക്കെതിരായ ആദ്യ ഗോളും തൊട്ടു പിന്നാലെ നടന്ന അണ്ടർ 20 ലോകകപ്പിലെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവും കണ്ടതോടെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ മെസ്സിയിൽ താൽപര്യം പ്രകടിപ്പിക്കുമെന്ന ഭയം ബാഴ്സലോണയ്ക്കുണ്ടായി. മറ്റ് ക്ലബ്ബുകൾ കൂടുതൽ തുക നൽകി അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് തടയാൻ അവരുടൻ നടപടി സ്വീകരിച്ചു. ബാഴ്സലോണ മെസ്സിയുടെ കരാർ പുതുക്കി. പുതിയ കരാർ പ്രകാരം മെസ്സി 2010 വരെ ക്ലബ്ബിൽ തുടരുമെന്ന് ഉറപ്പുവരുത്തി. മെസ്സിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ക്ലബ്ബ് ബാഴ്സലോണയ്ക്ക് നൽകേണ്ട തുകയായ റിലീസ് ക്ലോസ് വൻതോതിൽ ഉയർത്തി. ഒരു കളിക്കാരനെ നിലവിൽ ക്ലബിന്റെ സമ്മതമില്ലാതെ മറ്റൊരു ക്ലബിന് സ്വന്തമാക്കണമെങ്കിൽ അവർ നൽകേണ്ട മിനിമം തുകയാണ് റിലീസ് ക്ലോസ്. അത് 150 മില്യൺ യൂറോയായി നിശ്ചയിച്ചു. അക്കാലത്ത് ഈ തുക അവിശ്വസനീയമാം വിധം വലുതായിരുന്നു. മെസ്സിയെ ആർക്കും എളുപ്പത്തിൽ റാഞ്ചാൻ കഴിയില്ലെന്നുറപ്പാക്കാനുള്ള ക്ലബിന്റെ ദൃഢനിശ്ചയമായിരുന്നു ഇത്. ബാഴ്സലോണയുമായുള്ള കരാർ ദീർഘിപ്പിച്ചത് മെസ്സിയെ ക്ലബ്ബ് തലത്തിൽ സുരക്ഷിതനാക്കി. ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയമായപ്പോഴേക്കും മെസ്സി ബാഴ്സലോണയിലെ ജീവിതവുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ടു. അർജന്റീനയിലായിരുന്ന സഹോദരന്മാരും കുടുംബാംഗങ്ങളും ഇടയ്ക്കിടെ സ്പെയിനിൽ വരാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തി. പിതാവ് ജോർജ് മെസ്സി ഒരു നിഴൽ പോലെ മെസ്സിക്കൊപ്പമുണ്ടായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളും കരാറുകളും കൈകാര്യം ചെയ്തിരുന്നത് ജോർജ് ആയതിനാൽ മെസ്സിക്ക് കളിയിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അണ്ടർ 20 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ മെസ്സിയെ സീനിയർ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് അർജന്റീനയിൽ വലിയ ആവശ്യമുയർന്നു. അങ്ങനെ ഹംഗറിക്കെതിരായ സൗഹൃദ മത്സരത്തിൽ പകരക്കാരനായി മെസ്സി ടീമിൽ ഇടം പിടിച്ചു. മത്സരത്തിന്റെ 63-ാം മിനിറ്റിൽ ലിസാൻഡ്രോ ലോപ്പസിന് പകരക്കാരനായി 18-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് മെസ്സി കളത്തിലിറങ്ങി. ആദ്യമായി പന്ത് ലഭിച്ച മെസ്സി തന്റെ പതിവ് ശൈലിയിൽ മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചു. ഹംഗേറിയൻ പ്രതിരോധ താരം വിൽമോസ് വാൻസാക്ക് മെസ്സിയെ തടയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജേഴ്സിയിൽ ശക്തമായി പിടിച്ചു വലിച്ചു. വാൻസാക്കിന്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ ശ്രമിക്കുന്നതിനിടെ മെസ്സിയുടെ കൈ പുറകിലേക്ക് വീശുകയും അത് വാൻസാക്കിന്റെ മുഖത്ത് തട്ടുകയും ചെയ്തു. ബോധപൂർവമായ ആക്രമണമല്ലാതിരുന്നിട്ടുകൂടി റഫറി മാർക്കസ് മെർക്ക് ഉടൻ തന്നെ വിസിൽ മുഴക്കി. മെസ്സിക്ക് ചുവപ്പ് കാർഡ് നൽകുകയും ചെയ്തു. മെസ്സി അവിശ്വസനീയതയോടെ റഫറിയെ നോക്കി നിന്നു. സീനിയർ താരങ്ങളായ ഹെർനാൻ ക്രസ്പോയും മറ്റും റഫറിയോട് തർക്കിച്ചെങ്കിലും ഫലമുണ്ടായില്ല.
വെറും 44 സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ആ അരങ്ങേറ്റം അതോടെ അവസാനിച്ചു. ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയ മെസ്സി പൊട്ടിക്കരഞ്ഞു. 2005 ഓഗസ്റ്റ് 24 ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്പ് നൗവിൽ നടന്ന ജോവാൻ ഗാംപർ ട്രോഫി മത്സരമാണ് മെസ്സിയെ ഒരു യൂറോപ്യൻ സൂപ്പർ താരം എന്ന നിലയിലേക്ക് ഉയർത്തിയത്. ഇറ്റാലിയൻ ക്ലബ് യുവന്റസ് ടീമിൽ പാട്രിക് വിയേര, ഫാബിയോ കന്നവാരോ, മൗറോ കാമുറാനേസി തുടങ്ങിയ ലോകോത്തര താരങ്ങളുണ്ടായിരുന്നു. എന്നാൽ മെസ്സി പന്തുമായി കുതിക്കുമ്പോൾ ഈ വമ്പൻ താരങ്ങൾക്കെല്ലാം കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മെസ്സിയുടെ വേഗതയും പന്തിനുമേലുള്ള നിയന്ത്രണവും കണ്ട് ഗാലറിയിലുണ്ടായിരുന്ന 10,000-കണക്കിന് ആരാധകർ മെസ്സി മെസ്സി എന്ന് ആർപ്പ് വിളിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായ യുവന്റസിന്റെ ഫാബിയോ കാപ്പല്ലോ മെസ്സിയുടെ കളി കണ്ട് സ്തംഭിച്ചുപോയി. സാധാരണയായി എതിർ ടീമിലെ കളിക്കാരെ അത്ര പെട്ടെന്ന് പ്രശംസിക്കാത്ത സ്വഭാവക്കാരനാണ് അദ്ദേഹം. എന്നാൽ മെസ്സിയുടെ കളി കണ്ട അദ്ദേഹം ബാഴ്സലോണ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡിനോട് ഗ്രൗണ്ടിൽ വെച്ചു തന്നെ ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾക്ക് ഈ പയ്യനെ വായ്പാടിസ്ഥാനത്തിൽ എനിക്ക് തരാമോ? അവന് സ്പാനിഷ് പൗരത്വമില്ലാത്തതിനാൽ നിങ്ങൾക്കവനെ കളിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് 1 വർഷത്തേക്ക് അവനെ ഞാൻ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാം. ബാഴ്സലോണ കോച്ചായിരുന്ന ഫ്രാങ്ക് റൈക്കാർഡ് ആ ക്ഷണം ചിരിച്ചു തള്ളി. മെസ്സി തങ്ങളുടെ ഭാവിയാണെന്ന് ബാഴ്സലോണയ്ക്ക് അപ്പോഴേക്കും ഉറപ്പായിരുന്നു. മത്സരത്തിൽ ആൻഡ്രസ് ഇനിയേസ്റ്റ നേടിയ ഗോളിന് മറുമരുന്നിട്ടത് മെസ്സിയുടെ മാന്ത്രികമായ ഒരു പാസായിരുന്നു. കളി സമനിലയിലായെങ്കിലും ഷൂട്ടൌട്ടിൽ യുവന്റസ് ജയിച്ചു. എങ്കിലും ആ രാത്രിയിലെ യഥാർത്ഥ വിജയി ലയണൽ മെസ്സി ആയിരുന്നു. ഈ കാലയളവിൽ മെസ്സിക്ക് സ്പാനിഷ് പൗരത്വം ലഭിച്ചു. അതോടെ അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ താരമായി മാറി.